പാട്ന വിമാനത്താവളത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ലിയത്. ദില്ലിയിൽ നിന്ന് ചർച്ച കഴിഞ്ഞ് എത്തുകയായിരുന്നു. ആ എത്തിയ നേതാക്കളെയാണ് ഒരു വിഭാഗം കയ്യേറ്റം ചെയ്തത്. 5 കോടി രൂപ സീറ്റ് വിറ്റു എന്ന് ആരോപിച്ചായിരുന്നു. മാറ്റമില്ല. അർഹതയ്ക്കുള്ള അംഗീകാരം ഓടിച്ചിട്ട് അടി കൊടുക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇതായിപ്പോ നേരിട്ട് കണ്ടോണ്ടിരിക്കും. ഈ അടി ദിവന്മാർക്ക് അർഹതപ്പെട്ട അടി തന്നെ. കിട്ടട്ടെ ഒരു 2 കൂടെ കൂടുതൽ കൊടുക്കാറുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലൊരു സുഖം കിട്ടിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള നേതാക്കന്മാർ എത്ര വിദഗ്ധമായിട്ടാണ് നമ്മൾ ജനങ്ങളെ പറ്റിക്കുന്നതെന്നറിയോ? വേറെ ആരല്ല കേട്ടോ. പറയാൻ പോകുന്നത് ഇത്തിൽ കണ്ണികളെ അവന്മാരുടെ ബ്രാഞ്ചുകളെ കുറിച്ചോ പറയാൻ പോകുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇതുപോലുള്ള രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകുക എന്നുള്ളത്. എന്നാൽ ഇതൊക്കെ ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇതിന്റെയൊക്കെ ബേസ് എവിടുന്നാണെന്നറിയാം? ഇതുപോലുള്ള ഇത്തിൽ കണ്ണികളിൽ നിന്നാണ് ഇതുപോലുള്ള ബേസ് ഉണ്ടാവുന്നത്. അതായത് നേതാക്കന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ചും അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രം വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് കുട്ടി നേതാക്കന്മാർ. അപ്പൊ ഇതുപോലുള്ള അടിമ കുട്ടി നേതാക്കളെ വെച്ചിട്ട് ഇവന്മാർ ഈ കാര്യങ്ങൾ ഫുള്ള് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവന്മാർ അടിമകളൊന്നുമല്ല. അവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടി അടിശീല കഴുകാൻ വരെ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നവന്മാരാണ്. ഇവന്മാരുടെ കാര്യം സാധിക്കുമ്പോൾ ഇവന്മാർ പൊടിയും തട്ടി അങ്ങ് പോകും. സാധാരണഗതിയിൽ ഇതുപോലുള്ള പൊറോട്ട നാടകങ്ങൾ കണ്ടുവരുന്നത് ഇലക്ഷൻ ടൈമോട് അടുക്കുമ്പോഴാണ്. അതിപ്പോ പറയാൻ പോകുന്ന എല്ലാ നേതാക്കന്മാരെയും കുറിച്ചല്ല, ചില ഇത്തിൽ കണ്ണി നേതാക്കളെ മാത്രം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതുപോലുള്ള അണികളുടെ കയ്യിൽ നിന്ന് വലിയ വലിയ പ്രതിഫലങ്ങളൊക്കെ കൈപ്പറ്റിയും പിന്നെ ഇതുപോലുള്ള നേതാക്കന്മാരുടെ ചില തോന്നിയാസങ്ങൾക്ക് കുട പിടിക്കാൻ കൂടെ നിൽക്കുന്നവർക്ക് പ്രതിഫലമായിട്ടൊരു സീറ്റ് അങ്ങ് കൊടുക്കും. ഇനിയിപ്പോ സ്ഥാനമാനങ്ങൾക്ക് സീറ്റിന് മോഹിച്ച് കിടക്കുന്ന ചിലവന്മാരുണ്ട്. അവന്മാർ ചെയ്യുന്ന പരിപാടി എന്തോന്നറിയോ? നേതാക്കന്മാർക്ക് വലിയ വലിയ തുക അങ്ങ് ഓഫർ ചെയ്യും സീറ്റിനായിട്ട്. കണ്ട് അവന്മാർക്ക് എന്തുവാണോ താല്പര്യം അതങ്ങ് സാധിച്ചങ്ങ് കൊടുക്കും. എന്നിട്ട് പണിയെടുത്ത് ഇത്രയും ദൂരം വന്നവന്മാരെ മൊത്തം പിന്നിലാക്കിക്കൊണ്ട് ഇവന്മാർ ഓവർടേക്ക് ചെയ്ത് ആ സീറ്റുമായിട്ടൊരു പോക്കുണ്ട്. സിനിമ ഇലക്ഷനൊക്കെ അടുക്കുന്ന സമയത്ത് 4 തരത്തിലാണ് കേട്ടോ നമ്മൾ ഈ നാടകങ്ങളൊക്കെ കണ്ടുപോന്നേ. അതിൽ ഒന്നാമതായിട്ട് സീറ്റിന് വൻ തുക അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ട് ആ സീറ്റ് നൈസിന് അങ്ങ് കൈക്കലാക്കും. ഇത്രയും തുക കൊടുത്ത് ഈ സീറ്റ് കൈക്കലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാശ് ഇവന് മുതലാവും. അതിനുവേണ്ടി അവൻ എന്ത് ചെറ്റത്തരവും കാണും. അപ്പൊ സ്വാഭാവികമായിട്ട് നേതാക്കന്മാർ അഴിമതിക്കുള്ള ഒരു വൻ വാതിൽ അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുക. ഇനിയിപ്പോ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന ഇച്ചിരി രസകരമായിട്ടുള്ള സ്റ്റേജാണ് പ്രീതിപ്പെടുത്തി പണിയെടുക്കാതെ നൈസായിട്ട് സീറ്റ് അടിച്ചെടുക്കുന്നത്. ഈ പ്രീതിപ്പെടുത്തുന്നത് പറയുമ്പോൾ പല രീതിയിലുണ്ട്. അതിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അങ്ങ് സ്തുതി പാടണം. നേതാക്കന്മാരുടെ മുമ്പിൽ അവരെ പൊക്കി പറഞ്ഞ് സ്തുതി പാടി സീറ്റ് കരസ്ഥമാക്കുന്നത് ഒന്ന്. പിന്നെ രണ്ടാമത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അടിശീല അത് കഴുകി കൊടുത്തിട്ടാണെങ്കിൽ സീറ്റ് വായിക്കാം. ഇനി മൂന്നാമത് പറയാൻ പോകുന്ന ഇച്ചിരി അഗ്രസീവ് ആട്ടോ, ഭീഷണിപ്പെടുത്തൽ. എനിക്കിപ്പോ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാടും. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് തോൽവി മാത്രമായിരിക്കും. ആലോചിച്ച് ചോദിക്കും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോകുന്നവൻ അങ്ങ് പോട്ടെന്ന് വെക്കണം. പിന്നെ ഈ സ്റ്റേജിൽ നമ്മുടെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർജവമുള്ള ഒരു തീരുമാനം എടുക്കാത്തടത്തോളം കാലം ഇതുപോലുള്ള പേറ്റുനാറുകളെ നിങ്ങൾ നാറിക്കൊണ്ട് ചുമക്കേണ്ടി വരും. ഇതുപോലുള്ളവന്മാരുടെ ഭീഷണിക്ക് വേണമെങ്കിൽ നിങ്ങൾ നേതാക്കന്മാർ നിൽക്കുന്നിടത്തോളം കാലം അതുപോലെയുള്ള സ്ഥാനമാനങ്ങൾ എന്നും ഒരു കുടുംബ സ്വത്തായിട്ട് ഇങ്ങനെ വാഴ്ന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ജനുസുണ്ട്. അവസരം കിട്ടിയില്ലെങ്കിൽ നേരെ അങ്ങോട്ട് തിരിയുക, പാർട്ടിക്കെതിരെ അങ്ങോട്ട് മത്സരിക്കുക. ഇവന്മാരാണ്, അല്ലെങ്കിൽ 4ാമത് പറഞ്ഞ ഈ ആൾക്കാരാണ് മെയിൻ. ഇവന്മാർക്ക് എല്ലാ അടവും ഉണ്ട്. അതെന്തൊക്കെയാണെന്നറിയാം? അവസരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അടിശീല കഴുകുന്നത് തൊട്ട്, നേതാക്കന്മാർ ഒരു സീറ്റിന് വേണ്ടി വൻ ഡിമാൻഡ് ചെയ്യുന്നത് തൊട്ട്, സ്തുതി പാടാനും വേണ്ടി വന്ന ചെറിയൊരു ഭീഷണിപ്പെടുത്തലൊക്കെ ആയിട്ട് അടങ്ങുന്ന ഒരു പ്രത്യേകതര സ്വഭാവമാണ് ഇവന്മാരെ പോലുള്ളത്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന വലിയ രസകരമായിട്ടുള്ള കാര്യം, ഇനിയിപ്പോൾ തോറ്റെന്നിരിക്കട്ടെ, ആരെയൊക്കെ കയ്യും കാലും പിടിച്ച് നക്കി തുടച്ചിട്ടാണെങ്കിലും അങ്ങ് പാർട്ടിയിലോട്ട് വീണ്ടും തിരിച്ചു കയറും. അതല്ല ജയിച്ചു കഴിഞ്ഞാലോ മാലയായിട്ട് പോകുന്നതോ ഈ നേതാക്കന്മാർ തന്നെ. ഇങ്ങനെ മാലയിട്ട് സ്വീകരിക്കുന്ന നേതാക്കന്മാരുടെ പ്രത്യയശാസ്ത്രത്തിന് എന്ത് പ്രസക്തി? അന്നേ വരെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത കംപ്ലീറ്റ് പേരന്മാരെ പൊട്ടന്മാരായിക്കൊണ്ട് ഒരു ഡയലോഗ്. പാർട്ടിയുടെ നല്ലതിനും പാർട്ടിയുടെ വരുംകാല ഭാവിക്കും വേണ്ടി നമ്മൾ ഈ മലത്തെ തലയിൽ ചുമക്കുന്നു. ഇനിയിപ്പോ ഇങ്ങനെയുള്ളവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് അവസരം കിട്ടിയാലും ഇവന്മാര് ചാടും. ഇനിയിപ്പോ എന്നെ കേൾക്കുന്ന പാർട്ടിക്കാരോട് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ ഒരു പാർട്ടി നേതാക്കന്മാരെ മൊത്തമായി അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള ഇത്തിൽ കണ്ണികളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ വിമർശനം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ എനിക്കെതിരെയുള്ള പ്രതികരണമായിട്ട് എത്താൻ, അല്ലെങ്കിൽ നിന്റെ ഒക്കെ കളസം കീറുന്ന മറുപടി ഞാൻ തരും.